ഹായ് രാധ. നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് കാന്തമുണ്ടാക്കുന്നത് വൈദ്യുതകാന്തം പഠിച്ചല്ലോ. എന്നാൽ തിരിച്ചൊന്ന് ആയോജിച്ചു നോക്കൂ, കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമോ? അതൊരു നല്ല ചോദ്യമാണല്ലോ. മൈക്കൽ ഫാരഡേ അതാണ് കണ്ടെത്തിയത്. അതെ, കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ചാലകവുമായി കമ്പിച്ചുരുൾ ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു ഇഎംഎഫ് വൈദ്യുത ചാലകബലം ഉണ്ടാകുന്നു. ഇതിനെയാണ് വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി ഉണ്ടാകാൻ കാന്തവും കമ്പിച്ചുരുളും തമ്മിൽ എപ്പോഴും ഒരു ആപേക്ഷിക ചലനം വേണം, അല്ലേ? അതെ, അവ രണ്ടും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിച്ചാൽ വൈദ്യുതി ഉണ്ടാവില്ല. ഈ പ്രേരണ വഴി ഉണ്ടാകുന്ന ഇഎംഎഫിനെ പ്രേരിത ഇഎംഎഫ് എന്നും അതുവഴി ഉണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതിയെന്നും വിളിക്കും. കൊള്ളാമല്ലോ. കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ കൂട്ടിയാൽ മതി. കമ്പിച്ചുരുളിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, നമ്മൾ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ശക്തി കൂട്ടുക, കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലനവേഗം കൂട്ടുക. നന്നായി. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയെപ്പറ്റി പറയാമോ? ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതിയും ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. ഡിസി ഡയറക്റ്റ് കറന്റ് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നത് ഡിസിയാണ്. ഇത് ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്നു. എസി ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് എസിയാണ്. ഇത് ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജനറേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വൈദ്യുതകാന്തിക പ്രേരണയുടെ തത്വം ഉപയോഗിച്ചാണ്. ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതിയായി മാറുന്നു. ജനറേറ്റർ 2 തരത്തിലുണ്ട്: എസി ജനറേറ്റർ, ഡിസി ജനറേറ്റർ. എസി ജനറേറ്ററും ഡിസി ജനറേറ്ററും തമ്മിൽ പ്രധാന വ്യത്യാസമെന്താണ്? അവയുടെ ഘടനയിലാണ് പ്രധാന വ്യത്യാസം. എസി ജനറേറ്ററിൽ കറന്റിനെ പുറത്തെത്തിക്കാൻ സ്ലിപ്പ് റിങ്ങുകളും ബ്രഷുകളും ഉപയോഗിക്കുന്നു. ഡിസി ജനറേറ്ററിൽ കറന്റ് പുറത്തെടുക്കാൻ സ്പ്ലിറ്റ് റിങ്ങുകൾ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നു. ആർമേച്ചറിലുണ്ടാകുന്ന എസിയെ സ്പ്ലിറ്റ് റിങ്ങുകൾ പുറം സർക്യൂട്ടിൽ ഡിസിയാക്കി മാറ്റുന്നു. വൈദ്യുതി വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ എവിടെയാണ്? വൻതോതിൽ വൈദ്യുതി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിനനുസരിച്ച് അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നു. തെർമൽ പവർ സ്റ്റേഷൻ കൽക്കരി പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു. ഊർജ്ജമാറ്റം താപോർജ്ജം, വൈദ്യുതോർജ്ജം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അണക്കെട്ടിൽ സംഭരിച്ച ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതിയുണ്ടാക്കുന്നു. ഊർജ്ജമാറ്റം സ്ഥിതികോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. രാജു, പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മുടെ വീടുകളിലെത്തുന്നതിനെപ്പറ്റിയോ? ദൂരേക്ക് വൈദ്യുതി കൊണ്ടുപോകുമ്പോൾ ഊർജ്ജനഷ്ടമുണ്ടാകില്ലേ? ഉണ്ടാകും. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലക കമ്പികളിൽ ചൂട് രൂപത്തിൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നു. ഇത് ജൂൾ നിയമം അനുസരിച്ചാണ്. H=I²RT. ഈ നഷ്ടം എങ്ങനെ കുറയ്ക്കും? 3 കാര്യങ്ങൾ കുറച്ചാൽ മതി. സമയം കുറയ്ക്കാൻ കഴിയില്ല. പ്രതിരോധം 6 കുറയ്ക്കാൻ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ലോഹങ്ങൾ ചെമ്പ്, അലൂമിനിയം ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം കറന്റ് I കുറയ്ക്കുക എന്നതാണ്. കറന്റ് കുറച്ചാൽ പവർ കുറയില്ലേ? P=VI ആണല്ലോ. ഇല്ല, പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് കറന്റ് കുറയ്ക്കാം. ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തിലാണ്. ട്രാൻസ്ഫോമറുകൾ എത്ര തരത്തിലുണ്ട്? 2 തരം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇത് വോൾട്ടേജ് കൂട്ടുന്നു, കറന്റ് കുറയ്ക്കുന്നു. ദൂരേക്ക് വൈദ്യുതി പ്രേഷണം ചെയ്യുമ്പോൾ പവർ സ്റ്റേഷനിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇത് വോൾട്ടേജ് കുറയ്ക്കുന്നു, കറന്റ് കൂട്ടുന്നു. വീടുകൾക്കടുത്തുള്ള വിതരണ കേന്ദ്രങ്ങളിൽ ഇതുപയോഗിക്കുന്നു. കാരണം വീടുകളിലേക്ക് 11 kV കുറച്ച് 400 V അല്ലെങ്കിൽ 230 V ആക്കുന്നത് ഇതുപയോഗിച്ചാണ്. ഇപ്പോൾ എനിക്ക് ഈ പാഠം നന്നായി മനസ്സിലായി. ഇത് പഠിക്കാൻ നല്ല എളുപ്പമാണല്ലോ. എനിക്കും പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ എല്ലാം ഓർമ്മയിൽ നിൽക്കും.